നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട സെഷൻ IAM യൂസർ ക്രിയേഷൻ എന്നുള്ളതാണ്. IAM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് എന്നതാണ്. നമ്മൾ AWSൽ ഒരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ആദ്യം എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമ്മളൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും പിന്നെ ഒരു പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രെഡൻഷ്യൽ, അതായത് ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആണ് പിന്നീട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു AWSൻ്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ട്. അത് ആക്ച്വലി നമ്മുടെ റൂട്ട് ലോഗിനാണ്, റൂട്ടായിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അതായത് റൂട്ട് യൂസറായിട്ടാണ് നമ്മൾ അങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത ഇമെയിൽ ഐ ഡിയും ആ ഒരു പാസ്വേഡും യൂസ് ചെയ്താണ് നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ റൂട്ട് യൂസറായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതായത് എല്ലാ ഫുൾ പവറുള്ള ഫുൾ പ്രിവിലേജസും ഉള്ള റൂട്ട് യൂസറായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ടായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൺവെൻഷണൽ മെത്തേഡ് അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നമ്മുടെ AWS അക്കൗണ്ടിൽ ഞാനൊന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം നിങ്ങൾക്കിപ്പോൾ. നമ്മുടെ AWS മാനേജ്മെൻറ്റ് കൺസോളിൽ ലോഗിൻ ചെയ്യുന്നതിന് എളുപ്പം ലിങ്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. AWS മാനേജ്മെൻറ്റ് കൺസോൾ ലോഗിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ AWS മാനേജ്മെൻറ്റ് കൺസോൾ എന്നും പറഞ്ഞ് ലോഗിൻ ടു ദ കൺസോൾ എന്നും പറഞ്ഞൊരു ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ ഇൻ ടു ദ കൺസോൾ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമുക്കിപ്പോൾ ഡോക്യുമെൻ്റ് അതിലാണ് വന്നത്, നമുക്കിവിടെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അക്കൗണ്ട് AWS ആമസോൺ AWS എന്നും പറഞ്ഞൊരു ലിങ്ക് ഇവിടെ കിട്ടും. അവിടെ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അക്കൗണ്ട് കൊടുക്കുക, നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡെവോപ്സ് കോഴ്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണോ കൊടുത്ത് അത് തന്നെ കൊടുക്കുക. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മളാണ് ലോഗിൻ ചെയ്യുമ്പോൾ അതൊരു റൂട്ട് യൂസറായിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. റൂട്ട് യൂസറായിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും അടുത്ത സെഷൻ നമുക്ക് നോക്കേണ്ടത് AWSൻ്റെ കോഡ് കമ്മിറ്റിൻ്റെ ഒരു ഓവർവ്യൂ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞ ലാസ്റ്റ് ഒരു സെഷനിൽ. അപ്പോൾ നമുക്ക് കോഡ് കമ്മിറ്റ് നമുക്കിവിടെ എടുക്കാം. നമുക്ക് ആ ഒരു എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടിയിട്ട് കോഡ് കമ്മിറ്റ് ഇവിടെ മുകളിൽ സെർച്ച് ചെയ്താൽ മതി. കോഡ് കമ്മിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് കിട്ടും, സർവീസസിൽ നിന്നൊരു ലിങ്ക് കിട്ടും. അപ്പോൾ ആ ഒരു കോഡ് കമ്മിറ്റ് എടുക്കുക. നമുക്ക് ആക്ച്വലി അടുത്ത സെഷൻ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റെപ്പോസിറ്ററീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് റെപ്പോസിറ്ററീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ടൊരു കണക്ഷൻ നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് നമ്മുടെ കോഡ് ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ മെഷീൻ, അത് നമ്മുടെ ലോക്കൽ ലാപ്ടോപ്പ് ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, അങ്ങനെയുള്ള ഒരു മെഷീനിൽ നിന്നുമാണ് നമ്മൾ പിന്നീട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റെപ്പോസിറ്ററിയിലോട്ട് നമ്മൾ കോഡ് പുഷ് ചെയ്യാനെല്ലാം പോകുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ റൂട്ട് യൂസറായിട്ട് അത് റെക്കമെൻഡഡ് അല്ല. ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റൂട്ടായിട്ട് അത് റെക്കമെൻഡഡ് അല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ IAM യൂസർ എന്നാണ് അതിന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രിവിലേജസ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കത് കൊടുത്ത് അതെല്ലാം റെഡിയാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സെഷനിൽ ഈ ഒരു കോഡ് കമ്മിറ്റിൻ്റെ റെപ്പോസിറ്ററീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന IAM യൂസറായിട്ടാണ് നമ്മൾ പിന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് എല്ലാം ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു IAM യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് IAM എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ IAM എന്ന് പറഞ്ഞൊരു ലിങ്ക്, സർവീസസിലൊരു ലിങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എളുപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടാബിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് പുതിയൊരു സർവീസസ് എടുക്കണമെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാബിലുള്ള സർവീസ് പോകാതിരിക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ IAM മാനേജ്മെൻറ്റ് കൺസോൾ എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു കൺസോൾ കിട്ടും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് യൂസേഴ്സ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലൊരു ലിങ്ക് കിട്ടും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ IAM ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സെഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് AWSൻ്റെ ഫണ്ടമെൻ്റൽസ് കോഴ്സ് ചെയ്തപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുള്ളവർ ആ ഒരു AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ നിന്നും ആ ഒരു സെഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നാലും എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു യൂസർ നെയിം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം. ഞാനിപ്പോൾ സാം എന്നും പറഞ്ഞൊരു യൂസറിന് ഒരു പേര് കൊടുക്കുകയാണ്, യൂസർ നെയിം, പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴെ 2 ടിക്ക് ബോക്സ് ഉണ്ട്, അത് 2 ടിക്ക് ചെയ്യുക. ഒന്ന് നമുക്ക് പ്രോഗ്രാമാറ്റിക് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് ലൈൻ വഴിയെല്ലാം ഈ ഒരു യൂസർ ആയിട്ട് കമാൻഡ് ലൈൻ വഴി നമുക്ക് AWS സർവീസസിനെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു യൂസറിന് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പം റൂട്ടായിട്ട് ലോഗിൻ ചെയ്തതുപോലെ ഈ ഒരു കൺസോളിൽ ഈ ഒരു സാമായിട്ടും കൂടെ, സാം എന്ന് പറഞ്ഞ യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാമിനും ഈ ഒരു കൺസോൾ, അതായത് ഈ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലോട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടും എനേബിൾ ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പം. പിന്നീട് കൺസോൾ പാസ്വേഡ്, അപ്പോൾ ഓട്ടോ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അല്ല കസ്റ്റം പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓട്ടോ ജനറേറ്റഡ് പാസ്വേഡ് തന്നെ കൊടുക്കുകയാണ് ഓപ്ഷൻ. പിന്നീട് ഇവിടെ കൊടുക്കേണ്ടത് റിക്വേർഡ് പാസ്വേഡ് റീസെറ്റ്. അത് നിങ്ങൾക്ക് കൊടുക്കണമെന്നില്ല, പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലുള്ള നല്ലതാണത്. പാസ്വേഡ് യൂസർ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്ത ശേഷം റീസെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പെർമിഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഗ്രൂപ്പും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസേഴ്സ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ പിടിച്ചുകൊണ്ടിടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിന് നമുക്കൊരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു പെർമിഷൻ കൊടുക്കാം ആ ഒരു ഗ്രൂപ്പിന്. അതായത് ഇപ്പം ഞാൻ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് നെയിം ഞാനിപ്പം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സാമിനെ ഞാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനകത്ത് പിടിച്ചുകൊണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേരിൽ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പിന് ഞാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബൈ ഡിഫോൾട്ട് കുറേ സെറ്റ് ഓഫ് പോളിസീസ് AWSലുണ്ട്. നമുക്കും കസ്റ്റം പോളിസീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസീസ് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ആ ഒരു സെഷൻ കണ്ടു നോക്കുക കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിന് ഞാൻ ബൈ ഡിഫോൾട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ആക്സസ് എന്ന് പറഞ്ഞൊരു പോളിസി ഞാനിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് എന്ന് പറഞ്ഞൊരു റെഡിമെയ്ഡ് പോളിസി ഞാനതിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, പോളിസീസ്, പെർമിഷൻസ് എല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ കിട്ടും. ആ ഗ്രൂപ്പിനകത്ത് പിടിച്ചുകൊണ്ടിരുന്ന യൂസേഴ്സിനും കിട്ടും, അത് അസൈൻ ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ ക്രിയേറ്റ് ഗ്രൂപ്പ് ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് ഞാൻ എന്നിട്ട് ടാക്സ് നെക്സ്റ്റ് എൻ്റർ ചെയ്യുകയാണ്. അവിടെ പ്രത്യേകിച്ച് ടാക്സും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് റിവ്യൂ കൊടുത്തു, എന്നിട്ട് ക്രിയേറ്റ് യൂസർ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ സാം എന്നും പറഞ്ഞ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ്, ലോഗിൻ ക്രെഡൻഷ്യൽസ്, അതായത് സീക്രട്ട് ആക്സസ് കീയും ആക്സസ് കീ ഐ ഡിയും ഈ കൺസോളിൽ നമ്മൾ റൂട്ടിൽ നമ്മൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തതുപോലെ ഈ സാം എന്ന് പറഞ്ഞ യൂസറായിട്ട് ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഈ സാമിൻ്റെ യൂസറിൻ്റെ ആക്സസ് കീ ഐ ഡി നമ്മൾ ആദ്യം റൂട്ടായിട്ട് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ റൂട്ടിന് അത് ഡൗൺലോഡ് ചെയ്തൊരു ഫയൽ കീപ്പ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ സാം എന്ന് പറഞ്ഞൊരു യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ സാമിനും അതുപോലത്തെ കുറേ ക്രെഡൻഷ്യൽസ് ഉണ്ട്. സാമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യേണ്ടി വരുന്ന ക്രെഡൻഷ്യൽസ്. അപ്പോൾ അതും നമുക്ക് ഒരു CSV ഫയലായിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് കിട്ടുകയില്ല. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് CSV എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ഫയൽ CSV ഫയൽ ഡൗൺലോഡ് ചെയ്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കുന്നത്. ന്യൂ യൂസർ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ആ ക്രെഡൻഷ്യൽസ്. ഇതാണ് ആ സാമിൻ്റെ പാസ്വേഡ്, പിന്നെ സാമിൻ്റെ ആക്സസ് കീ, പിന്നെ സാമിൻ്റെ സീക്രട്ട് ആക്സസ് കീ, പിന്നെ ലോഗിൻ ചെയ്യേണ്ട ആ ഒരു ലിങ്കാണ്. സാം യൂസറായിട്ട് നിങ്ങൾക്ക് കൺസോളിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യേണ്ട ലിങ്കാണിത്. നമുക്കത് ഞാൻ പറഞ്ഞുതരാം പിന്നീട് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിനിമൈസ് ചെയ്ത് ഇടുകയാണത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അങ്ങ് ക്ലോസ് കൊടുക്കാം. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നമുക്കിവിടെ സാം എന്ന് പറഞ്ഞൊരു യൂസർ ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതായത് IAM യൂസേഴ്സിൽ നമുക്കിവിടെ സാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സാം എന്ന് പറഞ്ഞ യൂസറിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സാം എന്ന യൂസറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ കോഡ് കമ്മിറ്റിൽ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മെത്തേഡ്സിൽ നമുക്ക് ആ ഒരു റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്നും. ഒന്ന് വന്നിട്ട് SSH മെത്തേഡ് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം, പിന്നെ ഒന്ന് HTTPS ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. SSH ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് കുറച്ചൊരു കോംപ്ലക്സ് മെത്തേഡാണ്. അത് എങ്ങനെയാണെന്ന് ഒരു ജിറ്റ് റെപ്പോസിറ്ററീസിലോട്ട് ജിറ്റിൽ നിന്നും അങ്ങനെ കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ജിറ്റ് ആൻഡ് ജിറ്റബ് എന്ന ട്യൂട്ടോറിയൽസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് HTTPS ക്രെഡൻഷ്യൽസ് നമുക്ക് യൂസ് ചെയ്യാം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. SSH ക്രെഡൻഷ്യൽസും അത് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത് HTTPS മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് കോഡ് കമ്മിറ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി അതിനുള്ള ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ താഴെ ജനറേറ്റ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാം എന്ന് പറഞ്ഞ യൂസറിന് നമ്മൾ
കോഡ് കമ്മിറ്റിൻ്റെ റെപ്പോസിറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് ഇവിടെ ജനറേറ്റ് ആയി വന്നു. അതും നമുക്ക് ഒരു ഫയലായിട്ട് ഡൗൺലോഡ് ആയി കിട്ടും. അത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. അത് ഞാനിപ്പോൾ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതങ്ങ് ക്ലോസ് ചെയ്യാം. ആ ഡൗൺലോഡായ ഫയൽ നിങ്ങൾക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഫയൽ. സാം കോഡ് കമ്മിറ്റ് ക്രെഡൻഷ്യൽസ് എന്നും പറഞ്ഞു വന്നു. നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ ഏതാണോ കൊടുത്തത് ആ പേരിൽ വരും അത് സ്റ്റാർട്ടിംഗ് നെയിമായിട്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ അവിടെ യൂസർ നെയിം വന്നിട്ട് ഇതാണ്, പാസ്വേഡ് വന്നിട്ട് ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്നും കോഡ് കമ്മിറ്റിൻ്റെ റെപ്പോസിറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനുള്ള ആ സമയത്ത് ചോദിക്കുമ്പോൾ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ അടുത്ത സെഷനിലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫയൽ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക, നഷ്ടപ്പെട്ടു പോകാതെ കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 ഫയലാണ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. ആദ്യം നമ്മൾ സാം എന്ന് പറഞ്ഞ യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സാം ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതും ക്രെഡൻഷ്യൽസ് എല്ലാം അതും പിന്നെ സാമിൻ്റെ പാസ്വേഡും ആക്സസ് കീ ID അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്ന ഒരു CSV ഫയൽ കിട്ടി. പിന്നെ നമ്മളിപ്പം സാം എന്ന യൂസർ ഉപയോഗിച്ച് നമുക്ക് കോഡ് കമ്മിറ്റിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഫയൽ, അങ്ങനെ 2 ഡൗൺലോഡ് ഫയൽസാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പുതിയൊരു IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. IAM യൂസറിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൻ്റെ പേര് നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തത്. അഡ്മിനിസ്ട്രേറ്റർ ഗ്രൂപ്പിന് ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് ബൈ ഡിഫോൾട്ട് പോളിസി റെഡിമെയ്ഡ് ആയിട്ടുള്ള AWSൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ടായിരുന്നത്, അത് തന്നെ ഞാൻ പിടിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് സാം യൂസർ ഉള്ളതുകൊണ്ട് ബൈ ഡിഫോൾട്ട് സാമിന് ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ AWSന് റെഡിമെയ്ഡ് പോളിസി അസൈൻ ആയിട്ടുണ്ട്. ആ പെർമിഷൻസ് എല്ലാം സാമിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് സാമിന് HTTPS മെത്തേഡ് ഉപയോഗിച്ച് കോഡ് കമ്മിറ്റിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസും കൂടെ നമ്മൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്തെടുത്തു. ആ ഒരു ഫയൽ നമ്മൾ സൂക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കോഡ് കമ്മിറ്റിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്നും അതിലോട്ട് എങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നും ഫയൽസ് എങ്ങനെ നമുക്ക് അതിലോട്ട് കമ്മിറ്റ് ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, ക്ലോൺ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ ഞാനിപ്പോൾ ഈ ഒരു സെഷൻസ് പറയുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കോഡ് കമ്മിറ്റിൽ കാണാം.